ഹലോ, നമസ്കാരം. പെർളശ്ശേരി അമ്പലത്തിലേക്ക് ഇന്ന് വന്ന കേട്ടോ. കണ്ണൂര് പെർളശ്ശേരി അമ്പലം. ഇവിടെ റേഷൻ പീടിയുണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറി പോവാം. കയറാൻ അധികമൊന്നുമില്ല കേട്ടോ. നേരെ മുമ്പ് തന്നെ കാണുന്ന അമ്പലം, ഒരു 20 മീറ്റർ മുമ്പിൽ. രണ്ട് സൈഡിലും കടകളാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ്സ്, ഫാൻസി ടോയ്സ്, ദൈവത്തിന്റെ വിഗ്രഹങ്ങള്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും രണ്ട് സൈഡിലുണ്ട്. വിളക്ക്, പൂജാ സാധനങ്ങൾ, അതുപോലെ മുല്ലപ്പൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്പലത്തിന്റെ വഴിക്ക് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ആ മുമ്പില് ആൽമരം കാണുന്നില്ലേ, അതിന്റെ അങ്ങോട്ട് അമ്പലം. ലെഫ്റ്റിലൊരു പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ്, മണിക്കൂർ 30 റുപ്യ. അപ്പൊ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാല് പേ പാർക്കിങ്ങിൽ വെക്കുക. ലെഫ്റ്റില് വലിയ ഗ്രൗണ്ട് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഈ വലതുവശത്ത് കാണുന്നതാണ് അമ്പലത്തിന്റെ കുളം. വലിയൊരു കുളമാണ്. ഏകദേശം താഴ്ച ഒരു 30 മീറ്ററിന്റെ മുകളിൽ താഴ്ചയുണ്ടാവും കുളത്തിന്. അമ്പലത്തിലെ കുളമാണ് ഇത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉള്ളതുകൊണ്ട് ഇവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അമീബിക് എൻസിഫാലിറ്റിസ്. അപ്പം ശ്രദ്ധിക്കുക, കുളത്തിൽ കുളിക്കാൻ എന്തായാലും പാടില്ല, വെള്ളം പ്രശ്നമാണെന്ന് പറയുന്ന. ഒരു വലിയ കുളമാണ്, വലിയ കുളം. പടിപടിയായിട്ട് കെട്ടിയിരിക്കുക, കണ്ട കുളം. ഇപ്പം മഴക്കാലമാണ്, എന്നാലും വെള്ളം ലേശം ഒരു പച്ച കളറാ. ഇവിടുന്ന് മുകളിൽ നോക്കുമ്പോൾ ഒരു ഫ്ലൂറസെന്റ് കളറ്. ആള് മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്, കറുപ്പ്. അവിടെ താഴെ പോകുമ്പം കാണാം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ കുളം. മുകളിൽ കാണുന്ന ഓടിട്ടതാണ് അമ്പലം. നല്ല സീനറി അല്ലേ ഇവിടുന്ന് കാണാൻ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ പെർളശ്ശേരി അമ്പലം കേട്ടോ. സെപ്റ്റംബർ അവസാനമാണ്, 29th ഇന്ന് സെപ്റ്റംബറിൻ്റെ. ദുർഗാപൂജ മാസമായത്, ദുർഗാപൂജൻ്റെ മാസമായതുകൊണ്ട് ഇന്ന് തിരക്കും ആളെല്ലാം ഉണ്ട് അമ്പലത്തിൽ. ചുറ്റും ഒന്ന് കാണാലോ. അപ്പൊ പറഞ്ഞ പോലെ ആഹാ, നല്ല നല്ല വ്യൂ ആണ് ഇവിടുന്ന്. കല്ലുകൊണ്ട് കെട്ടിയിട്ടില്ല, നല്ല വ്യൂ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ. ഏതായാലും അമ്പലം 12:30 വരെ ഇല്ല. രാവിലെ 4 മണി തൊട്ട് 4:15 തൊട്ട് 12:30 വരെ, 4 മണി തൊട്ട് 12:30 ഉച്ച വരെ. പിന്നെ വൈകുന്നേരം 4:15 തൊട്ട് രാത്രി 8 മണി വരെ അമ്പലത്തിലെ ദർശനം. ആർക്കും വരാം, സമയം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 4 മണി തൊട്ട് 12:30 വരെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4:15 മുതൽ 8 മണി വരെ. പല സ്ഥലത്തു നിന്നും, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആള് വരുന്നുണ്ട്. പെർളശ്ശേരി അമ്പലം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു സർക്യൂട്ടിൽ പെടും. കേരള ഗവൺമെന്റ്, പിണറായി സർക്കാർ ഇതൊരു ടൂറിസം സർക്യൂട്ടിൽ
കൊണ്ടുപ്പെടുത്തിയിരിക്കുക. ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ ഭാഗത്ത് നമ്മളെ പെർലശ്ശേരി അണ്ടലൂരുണ്ട്, പെർലശ്ശേരി ഉണ്ട്, പിന്നെ അങ്ങോട്ട് ഇരിട്ടി ഭാഗത്ത് മമ്മാക്കുന്നുണ്ട്, നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പനുണ്ട്, രാജരാജേശ്വരി ഉണ്ട് തളിപ്പറമ്പ് ഭാഗത്ത്. അങ്ങനെ അറിയപ്പെടുന്ന കുറച്ച് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് അങ്ങനെ ദൂരഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയെല്ലാം ബുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയില്ല അമ്പലങ്ങളെല്ലാം നോക്കിയിട്ടാണ് വരിക. അപ്പോൾ ഇതെല്ലാം ആ സർക്യൂട്ടിൽ പെടുന്നതാണ്. ഒരു ശിവലിംഗം തറയുണ്ട് ഇവിടെ. നേരെ താഴത്ത് കണ്ടോ കുളം, അമ്പലത്തിൻ്റെ കുളം. അപ്പോൾ നമുക്കിനി അടുത്ത അമ്പലത്തിലേക്ക് പോവാം. വന്നു കഴിഞ്ഞാൽ താമസിക്കേണ്ട സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ലോഡ്ജെല്ലാം ഉണ്ട്. ഫ്രണ്ട് കാണുന്ന ഹാളാണ്, പരിപാടികളെല്ലാം നടക്കുന്ന ഹാള്. ഓപ്പൺ ഹാളാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഏകദേശം 12:30 വരെ സമയം. ചുറ്റും ഒന്ന് കാണാലോ. നമ്മൾ വന്ന അമ്പലക്കുളം കണ്ടോ. വെയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുക. പെർലശ്ശേരി അമ്പലത്തിനോട് ചേർന്നിട്ട് ഉള്ളിൽ തന്നെ ഒരേ മതിൽക്കെട്ടിന് കാണുന്ന അയ്യപ്പൻ്റെ അമ്പലമായത്. ഉള്ളിൽ അയ്യപ്പസ്വാമിയാണ് വിഗ്രഹം. ഈ കാണുന്നതാണ് പെർലശ്ശേരി അമ്പലം. അതിൻ്റെ ബാക്ക് ഭാഗമാണിത്. അപ്പം പെർലശ്ശേരി അമ്പലത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേർത്ത് അയ്യപ്പസ്വാമി അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പുറംഭാഗമാണ്, പുറമല്ല, ഉള്ളിൽ തന്നെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കാണുന്നതാണ് പെർലശ്ശേരി സ്വാമി സുബ്രഹ്മണ്യ അമ്പലം. ഡിസംബർ മാസത്തിലാണ് ഇവിടെ പൂജകളെല്ലാം നടക്കുക. ഡിസംബർ മാസം. ഇതാണ് അമ്പലം, അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. കോഴിമുട്ട വഴിപാട് അല്ലേ, കോഴിമുട്ട ഒപ്പിക്കൽ സർപ്പത്തിന്, സർപ്പപൂജകൾ, അങ്ങനെയുള്ള വഴിപാടെല്ലാം ഇവിടെ ചെയ്യാം.
പ്രസാദം കൗണ്ടറാണ്. നമ്മൾ ഒരു പ്രസാദത്തിന് 10 റുപ്യ. അപ്പം ഷീറ്റ് മുറിച്ചിട്ട് ഇവിടെ വന്നിട്ട് പ്രസാദം മേടിക്കുക. അപ്പോൾ പ്രസാദം കിട്ടി, തൊട്ടടുത്ത് തന്നെ പോയിട്ട് കഴിക്കുക. ഇതാണ് പ്രസാദം. പ്രസാദം നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം, അല്ലെങ്കിൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷേ ഈ 10 റുപ്യക്ക് കിട്ടുന്ന ഈ വെല്ലവും അരിയും കൂടെ ഇല്ല ഈ പ്രസാദം, അത് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു ചൂടുണ്ടാവും. 10 മണി രാവിലെ എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെ ഉണ്ടാവും. അപ്പം പെർലശ്ശേരി അമ്പലത്തിൽ വരുന്ന ആൾക്കാർ പ്രസാദം എന്തായാലും കഴിച്ചിട്ട് തന്നെ പോകണം, അല്ലെ വീട്ടിൽ കൊണ്ടുപോകണം. നെയ് പ്രസാദവും കൂടെ ഉണ്ട്, നെയ്പായസം. അതിന് 100 റുപ്യ. അതൊരു കണ്ടെയ്നറിലാണ് കിട്ടുക, ഇതേപോലെ ഇലയെ കിട്ടൂല. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നല്ലോണം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വിടുക. ഓക്കെ, ടേക്ക് കെയർ.